അങ്ങനെ ആദർശ് ബിസിനസ് ആവശ്യങ്ങൾക്കായി ദുബായിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്ന സമയം ജ്വല്ലറിയിലെ ഭരണ ചുമതലകൾ അനിയെ ഏൽപ്പിച്ചാണ് ആദർശ് പോകുന്നത്. എന്നാൽ ആദർശിന്റെ അഭാവം മുതലെടുക്കാൻ കാത്തിരുന്ന അബിക്ക് നേരിടേണ്ടി വന്നത് വലിയൊരു തിരിച്ചടിയായിരുന്നു. അബി പ്രതീക്ഷിച്ചത് ആദർശ് പോയാൽ കാര്യങ്ങളൊക്കെ തന്റെ വരുതിയിലാക്കാമെന്നായിരുന്നു. എന്നാൽ അനി വളരെ ധീരമായൊരു തീരുമാനമെടുത്തു. മുത്തശ്ശനോടോ മറ്റ് കാരണവന്മാരോടോ ആലോചിക്കാതെ തന്നെ അബിയെ ജ്വല്ലറിയിലെ സ്ഥാനത്ത് നിന്നും പുറത്താക്കാനുള്ള ഉത്തരവ് അനി നൽകി. ഈ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിച്ച നയനേച്ചിയെ കൊല്ലാൻ പാമ്പിനെ വരെ കൊണ്ടുവന്ന, കുടുംബത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയ നിന്നെ പോലൊരുവൻ ഇനി ഈ സ്ഥാപനത്തിൽ വേണ്ട. അനി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തന്നെ പ്രഖ്യാപിച്ചു. ഇത് അബിയെ വല്ലാതെ ചൊടിപ്പിച്ചു. അപമാനത്താൽ ജ്വലിച്ച അബി അനിയുടെ കയ്യിൽ നിന്നും ആ ഉത്തരവ് വാങ്ങി വലിച്ചു കീറി മുഖത്തേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. നിന്നെ പോലൊരുത്തന്റെ കീഴിൽ പണിയെടുക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അബി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ മനസ്സിൽ ആദർശനോടും അനിയോടും ഈ കുടുംബത്തോടുമുള്ള പക കനലായി തന്നെ അബിയുടെ മനസ്സിൽ എരിയുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയ അബി അമ്മ ജലജയോടും ഭാര്യ നവ്യയോടും തന്റെ സങ്കടങ്ങളെല്ലാം തന്നെ പങ്കുവച്ചു. ജലജയും നവ്യയും അനിക്കും നയനക്കുമെതിരെ തിരിഞ്ഞു. തങ്ങളുടെ പതനത്തിന് കാരണം നയനയും നന്ദുവുമാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ഇതിനിടയിൽ ദുബായിലെ ബിസിനസ് കാര്യങ്ങളെല്ലാം തന്നെ താളം തെറ്റിക്കിടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ആദർശ് അവിടേക്ക് പോവാൻ തീരുമാനിച്ചു. കൂടെ വരാൻ മുത്തശ്ശനും മറ്റുള്ളവരും തയ്യാറായി എങ്കിലും ആദർശ് അത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പോയി എല്ലാം ശരിയാക്കി വരാം എന്നവൻ ഉറപ്പ് നൽകി. യാത്ര തിരിക്കുന്നതിന് മുൻപ് നയനയുമായി ആദർശ് സംസാരിച്ചു. 2 ആഴ്ചത്തെ കാര്യമേ ഉള്ളൂ നയനെ, പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. നീ നിന്റെ ആരോഗ്യകാര്യമൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് വരാനിരിക്കുന്ന കുഞ്ഞിന്റെ കാര്യം ഓർക്കണം എന്ന് പറഞ്ഞ് ആദർശ് നയനെ ആശ്വസിപ്പിച്ചു. ഉള്ളിൽ വലിയൊരു ഭയമുണ്ടായിരുന്നുവെങ്കിലും നയന ചിരിച്ചുകൊണ്ട് യാത്രയയച്ചു. ആദർശിനെ തകർക്കാൻ ശത്രുക്കൾ തക്കം പാർത്തിരിക്കുന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നുവെങ്കിലും തന്റെ ഭർത്താവിന്റെ മിടുക്കിൽ അവൾ വിശ്വസിച്ചിരുന്നു. ദേവയാനിയും മുത്തശ്ശിയും എല്ലാം നിറ കണ്ണുകളോടെയാണ് ആദർശിനെ യാത്രയാക്കിയത്. എന്നാൽ ജലജയുടെ വാക്കുകളിൽ മാത്രം വിഷം നിറഞ്ഞിരുന്നു. എന്റെ മകനെ വേദനിപ്പിച്ചതിനുള്ള ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന ധ്വനി ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ദുബായിൽ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ ലക്ഷ്യമിട്ട് ഒരു വമ്പൻ ബിസിനസ് ശത്രു തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അബിയുമായി കൈകോർത്ത് ഇയാൾ ആദർശ് ദുബായിൽ എത്തുമെന്ന നിമിഷത്തിനായി പദ്ധതികൾ ഓരോന്നോരോന്നായി തയ്യാറാക്കി. ആദർശ് അവിടെ എത്തിയാൽ പിന്നെ തിരിച്ചു പോകരുത് എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ദുബായിൽ വിമാനമിറങ്ങിയ ആദർശ് നേരെ പോയത് ജ്വല്ലറിയുടെ ബ്രാഞ്ചിലേക്കാണ്. അവിടെ കണ്ട കാഴ്ചകൾ അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. സ്വന്തം ജീവനക്കാർ പോലും ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ബിസിനസ് ആകെ താറുമാറായിരിക്കുന്നു. എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കാൻ ആദർശ് കഠിനമായി തന്നെ പരിശ്രമിച്ചു തുടങ്ങി. ഇതിനിടയിൽ പുതിയൊരു ബ്രാഞ്ചിന്റെ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യവേ ശത്രുക്കൾ തങ്ങളുടെ പദ്ധതിയെല്ലാം നടപ്പിലാക്കിയിരുന്നു. ആദർശ് സഞ്ചരിച്ച കാറിന് നേരെ ശത്രുക്കൾ അയച്ച ട്രക്ക് പാഞ്ഞെടുത്തു. വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ആദർശിന്റെ കാർ വലിയൊരു അപകടത്തിൽ തന്നെ പെട്ടു. കാർ തകർന്നു തരിപ്പണമായി. കൂടെയുണ്ടായിരുന്നവർ ഗുരുതരമായ പരിക്കോടെ തന്നെ ആശുപത്രിയിലായി. എന്നാൽ ആദർശിനെ മാത്രം അവിടെ എങ്ങും തന്നെ കണ്ടില്ല. ആദർശിനെ കാണാനില്ല എന്ന വാർത്ത നാട്ടിൽ എത്താൻ അധികമൊന്നും വൈകിയിരുന്നില്ല. അബിയും ശത്രുവും ഗൂഢമായി സന്തോഷിച്ചു. ആദർശ് മരിച്ചിട്ടുണ്ടാവുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ബോഡി കിട്ടിയില്ല എങ്കിലും അത്തരമൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആദർശിന് കഴിയില്ലെന്നൊക്കെ അവർ വിശ്വസിച്ചു. വീട്ടിൽ ഒരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ അനന്തപുരി വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആദർശ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെട്ടു എന്നും ആദർശിനെ കാണാനില്ല എന്നും മരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തയാണ് അവർ വീട്ടുകാരെ അറിയിച്ചത്. ആ നിമിഷം ആ വീടൊരു മരണ വീടിന് തുല്യമായിരുന്നു. ദേവയാനി ആകെ തളർന്നു വീണു. മുത്തശ്ശിയും മുത്തശ്ശനും സങ്കടം സഹിക്കവയ്യാതെ നെഞ്ചത്തടിച്ച് കരഞ്ഞു. എന്നാൽ ഏറ്റവും ദയനീയമായ കാഴ്ച നയനയുടേതായിരുന്നു. അവൾക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്റെ ആദർശേട്ടന് ഒന്നും സംഭവിക്കില്ല, അദ്ദേഹം തിരിച്ചു വരും എന്നവൾ അലമുറയിട്ട് തന്നെ പറഞ്ഞു. ഒടുവിൽ ദുഃഖം താങ്ങാനാവാതെ നയന ബോധരഹിതയായി വീണു. അവളെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ആദർശിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. പോലീസ് അന്വേഷണം അവസാനിപ്പിച്ച് ആദർശ് മരിച്ചതായി കണക്കാക്കാൻ തന്നെ തീരുമാനിച്ചു. മരണാനന്തര ചടങ്ങുകൾ നടത്താൻ വീട്ടുകാരെല്ലാവരും നിർബന്ധിതരായി. എന്നാൽ ആശുപത്രി കിടക്കയിൽ നിന്ന് ബോധം തെളിഞ്ഞ നയന ഇതിന് ശക്തമായി തന്നെ എതിർത്തു. ഇല്ല, എന്റെ ആദർശേട്ടൻ മരിച്ചിട്ടില്ല. മരിക്കാത്തൊരാൾക്ക് വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ അവൾ ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചു. എല്ലാവരും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആദർശ് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ നയന ഉറച്ചു നിന്നു. അതേസമയം ആദർശ് മരിച്ചുവെന്ന് കരുതി അബിയും ജലജയും സന്തോഷത്തിലാണ്. തടസ്സങ്ങളെല്ലാം നീങ്ങിയെന്നും ഇനി മൂർത്തീസ് ജ്വല്ലറി തങ്ങളുടെ കൈപ്പിടിയിലാവുമെന്നും അവർ കണക്ക് കൂട്ടി. എന്നാൽ വിധി കാത്തുവെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ആദർശ് യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടോ അതോ ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് അവൻ തിരിച്ചു വരുമോ? നയനയുടെ കണ്ണീരിന് ഫലമുണ്ടാവുമോ?
അതെല്ലാം ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായിരുന്നെങ്കിൽ പോലും വരും എപ്പിസോഡിൽ നമുക്കതെല്ലാം കൃത്യമായി തന്നെ കാണാം. അന്ന് ആ അപകടത്തിൽ ആദർശ് തട്ടിത്തെറിച്ച് വീണുവെങ്കിൽ ഗുരുതരമായുള്ള പരിക്കൊന്നും ആദർശിന് പറ്റിയിരുന്നില്ല. ഒരു സംഘം ആൾക്കാർ വന്നിട്ട് ആദർശിനെ രക്ഷിച്ചുവെങ്കിലും ആദർശ് പിന്നീട് തന്റെ കമ്പനി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനി തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആദർശ് ഏതായാലും അതിവിദഗ്ധമായിട്ട് തന്നെ രക്ഷപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല ശത്രുക്കൾക്കെതിരെ മറഞ്ഞു നിന്നുകൊണ്ടായിരിക്കും ആദർശ് പോരാടുന്നത്. എന്നാൽ ആദർശും മൂർത്തി ജ്വല്ലറിയും ഒന്നടങ്കം നശിച്ചു പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അഭി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ആദർശ് മരിച്ചുപോയി എന്നൊക്കെ വിചാരിച്ച് അധികാരത്തിലേറാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയായിരുന്നു അഭി. എന്നാൽ അഭിക്കും ജലജയ്ക്കും കൃത്യ മറുപടിയായിട്ട് തന്നെ ആദർശ് തിരിച്ചു വരുന്നുണ്ട്. അതും വെറും ഒരു വരവായിരിക്കില്ല. എല്ലാം തിരിച്ചു പിടിച്ച് വീണ്ടും മൂർത്തി ജ്വല്ലറി ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ ആദർശ് എത്തിക്കും. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്കമിങ് എപ്പിസോഡുകളൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.